അസ്സലാമു അലൈക്കും. അപ്പോൾ വീഡിയോ ഇടാണ്ടാകുമ്പോൾ ഒരു ഇടങ്ങേറ് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് അറിയണ്ടേ നമ്മുടെ കാര്യങ്ങളൊക്കെ എന്തായെന്നും അറിയാലോ എന്ന് വിചാരിച്ചിട്ടോ. സൗണ്ട് അത്ര ക്ലിയർ ആയിട്ടില്ല, എന്നാലും ചെറിയൊരു ഇതുണ്ട്. പനി മാറി, ക്ഷീണം, ഭയങ്കര ക്ഷീണമുണ്ട്, നല്ല ചുമയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പോയി ഇഞ്ചക്ഷൻ വെച്ചു. പിന്നെ ഗുളിക തിന്ന് മതിയായി മക്കളെ. പിന്നെ അതല്ല, എനിക്ക് മാത്രമല്ല കേട്ടോ, റിൻഷിമോൾക്കും റഹീസിനും റജിവാക്കും ഫാത്തിമാക്കും ഒക്കെ പനിയാണ്. ഒരാൾക്ക് വന്ന എന്താണെന്നറിയില്ല, മാത്രം പത്തേപത്തിൽ നടക്കുന്നുണ്ട് ഇങ്ങനെ. എല്ലാവർക്കും പനിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ റിയാസ്ക്കും വന്നു പോയി. പിന്നെ രണ്ടാം പറയും റിൻഷിമോൾക്ക് പിന്നെയും വന്നു കേട്ടോ. അന്ന് വന്ന് പോയി പിന്നെയും വന്നു പനി. ഇതാ ഗുളിക, ഒരു ഡപ്പ ഗുളിക കേട്ടോ അതിൽ. അപ്പോൾ ഗുളികയൊക്കെ ഇതാ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കും റിൻഷിമോൾക്കും ഇത് എൻ്റെ ഗുളിക പെട്ടിയാട്ടോ. അത് മൊത്തം എൻ്റെ ഗുളികകളാണ്, കണ്ടോ, മൊത്തം എൻ്റെ ഗുളികകളാണ്. ഇതിപ്പോൾ കാണിച്ച് വാങ്ങിയ ഗുളിക കേട്ടോ. അത്രയും റിൻഷിമോളുടെ എൻ്റെ, പിന്നെ എൻ്റെ പൊതുവേ കഴിക്കുന്ന ഗുളികകളാട്ടോ അതൊക്കെ. അപ്പോൾ ഗുളികകളൊക്കെ ഒരു ഡപ്പ നിറയെ ഉണ്ട് കേട്ടോ. ക്ഷീണമാണ്, കഞ്ഞി കുടിക്കുന്നുണ്ട്. ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ ഭയങ്കര ക്ഷീണം, വായൊക്കെ കശപ്പ് എല്ലാം പാടായപ്പോൾ. അപ്പോൾ മാറിയിട്ട് നല്ലപോലെ നമുക്ക് വീഡിയോ ഡൈമി ലൈഫൊക്കെ ഇടാം കേട്ടോ. എത്രയും കിടക്കുമ്പോൾ ക്ഷീണം കൂടുകയാണ്. റിൻഷിമോള് എണീക്കണില്ല, ഒരു ഭാഗം കഴിക്കണില്ല, അങ്ങനെ കിടക്കണം, അടങ്ങടപ്പിൽ കിടക്കണം. എങ്ങനെയൊക്കെ വിളിച്ച് ഞാനും അവളും ഇവിടെ ആയിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. നമ്മൾ ഗവൺമെൻറ്റിലാണ് ആദ്യം പോയത്. നോക്കുമ്പോൾ എന്താ ഒരു തിരക്ക്. നമ്മുടെ ആ ഒരു ക്ഷീണത്തിന് പോയാൽ വേഗം കാണിക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ പ്രൈവറ്റിൽ പോയി. 400 റുപ്യ അവൾക്ക് ഫീസ്, ഡോക്ടർക്ക് എനിക്ക് അവൾക്കും പാടെ. പിന്നെ 700 റുപ്യ 800 റുപ്യേൻ്റെ മരുന്നൊക്കെ പാടെ 1200 റുപ്യൊക്കെ ആയിട്ടോ എനിക്ക് അവൾക്കും മരുന്നിനൊക്കെ പാടെ. റിയാസ്ക്ക് പറഞ്ഞ പൈസ പോയാലും കുഴപ്പമില്ല, വയ്യായൊക്കെ മാറട്ടെ പറഞ്ഞിട്ട്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാട്ടോ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ വയ്യായൊക്കെ എൻ്റെ കുട്ടികളുടെ വയ്യായൊക്കെ മാറാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്ത് പ്രാർത്ഥിക്കുക കേട്ടോ. സ്കൂള് എപ്പോൾ തുറന്നാലും ഓരോ വയ്യായികൾ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഫാത്തിമാക്ക് നല്ല പനിയാണ്. അപ്പോൾ എനിക്കും വയ്യ, എന്നാലും ഞാൻ അവളെ എണിച്ച് നനച്ച് തുടച്ച് മരുന്നൊക്കെ കൊടുത്ത് കുഴപ്പമില്ല, ഇപ്പോൾ സമാധാനമുണ്ട്. അപ്പം ചായ വെക്കാൻ പഞ്ചസാര ഉണ്ടോ ചോദിക്കും. അപ്പോൾ ഇത് പറയാൻ വേണ്ടി വന്നാട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.